ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചെറിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫിൻലാൻഡിലെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ. ഇൻ കേസ് അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ വല്ല ലോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കീ എപ്പോഴും നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കീ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. ഇൻ കേസ് മെയിൻ ഡോറ്, അങ്ങനെ നമുക്ക് കോമൺ ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിൽ കുറേ റൂമുകളുണ്ട്. അതിനെല്ലാം നമ്മൾ ഈ ഒരു കീ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അടുത്ത് നമുക്ക് ഡ്രോയിങ് റൂമിലോട്ട് പോയാലോ. വിൻ്റർ ടൈമിൽ ഞങ്ങൾ സാധാരണയായിട്ട് കോമൺ ഡ്രോയിങ് റൂമാണ് യൂസ് ചെയ്യാറുള്ളത്. ഓൾറെഡി ഡ്രോയിങ് റൂമിൽ ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അതെടുക്കാൻ വന്നപ്പോഴാണ് ഒരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാണ് ഇവിടുത്തെ ഡ്രോയിങ് റൂം. അത്യാവശ്യം കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ എൻട്രൻസിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു മെഷീൻ പോലെ ഉണ്ട്. അവിടെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. 1 hour വരെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഹീറ്റ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്കത് ഡ്രൈ ആയിട്ട് കിട്ടാറുണ്ട്. അടുത്ത് നമുക്ക് ഇവിടുത്തെ സൗണ റൂമിൽ പോയാലോ. സൗണ എന്ന് പറയുന്നത് ശരിക്കും ഫിന്നിഷ് വേർഡാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്റ്റീം ബാത്തൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് പാർട്ടാണ്. പിന്നെ സൗണ ഫിൻലാൻഡിൻ്റെ ഒരു ഫിന്നിഷ് കൾച്ചർ തന്നെയാണ്. ഇവിടുത്തെ ആൾക്കാർ അത് മോസ്റ്റ്ലി യൂസ് ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് സമ്മർ ടൈമിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. സൗണ കഴിയുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മൈൻഡൊക്കെ നല്ല റിലാക്സ് ആയിട്ട് നല്ലതായിട്ട് ഉറക്കം കിട്ടും. പിന്നെ ഒരു സ്ട്രെസ് റിലീഫാണ്. നമ്മുടെ നാട്ടിലെ സ്റ്റീം ബാത്തൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ അവർ റെഗുലറായിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം ഞാനിവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയൊരു വാഷ്റൂമുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു വാഷ്റൂമുണ്ട്. ഇവിടെ എല്ലാ ബിൽഡിങ്ങുകളിലും സൗണ റൂം മസ്റ്റാണ്. പിന്നെ നമുക്ക് പേഴ്സണലായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചില അപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ വാഷ്റൂമിനോടൊക്കെ അറ്റാച്ച് ചെയ്ത് സെപ്പറേറ്റ് സൗണ റൂമൊക്കെ ഉണ്ട്. സൗണയുടെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 70 to 90 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അത് ഇലക്ട്രിക്കലി ഹീറ്റ് ആവുകയാണ് ചെയ്യാറുള്ളത്. നമുക്ക് വിത്തൗട്ട് ക്ലോത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ടർക്കിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിരിക്കാവുന്നതാണ് സൗണ റൂമിൽ. ഫസ്റ്റ് നമ്മൾ സൗണയ്ക്ക് മുമ്പ് ഒരു ഷവർ എടുക്കും. അത് കഴിഞ്ഞിട്ട് സൗണ റൂമിൽ പോയിരിക്കും. നമ്മൾ എന്നിട്ട് ആ ഒരു ഹീറ്റ് വരുന്ന സ്റ്റോണിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഒഴിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഹീറ്റ് നമ്മുടെ ബോഡിയിലേക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. അങ്ങനെ 10 minutes അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഷവർ ചെയ്യും. വീണ്ടും നമ്മൾ സൗണയ്ക്ക് വന്ന് അങ്ങനെ തിരിച്ച് റിട്ടേൺ വന്നിരിക്കും. അങ്ങനെ ഒരു 2 to 3 times നമ്മൾ അങ്ങനെ സൗണയ്ക്ക് അങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗണയുടെ വിശേഷങ്ങൾ. ഇവിടെ നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയയിൽ തന്നെ കുറേ റൂമുകളുണ്ട്. എല്ലാത്തിനും നമുക്ക് കീ ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ നമുക്കിപ്പോൾ വിൻ്റർ ടൈമാണ്. വിൻ്റർ ടൈമിൽ നമ്മൾ സൈക്കിളൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് വെക്കാറുള്ളത്. യൂഷ്വലി നമ്മൾ ബിൽഡിങ്ങിൻ്റെ പുറത്ത് സൈഡിൽ ഏരിയ ഉണ്ട്. പക്ഷേ വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. നല്ല സ്നോഫോളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടെമ്പറേച്ചർ -24 ഡിഗ്രിയിലൊക്കെയാണ് ഇപ്പോൾ തണുപ്പുള്ളത്. ഇനി നമുക്ക് സ്റ്റോറേജ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഓരോ അപ്പാർട്ട്മെൻറ്റുകാർക്കും സെപ്പറേറ്റ് ഒരു ഓൺ സ്പേസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചെറിയ ചെറിയ റൂമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും. എല്ലാവർക്കും ഓൺ കീ ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയയിലെ വിശേഷങ്ങൾ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അങ്ങോട്ട് ഞങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം ഞങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.